പ്രൈസ് ദി ലോർഡ്. Praise the Lord. ദൈവം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ തക്കവണ്ണം ഒരു കർത്ത ദിവസം കൂടി ഈ ഭൂമിയിൽ സമ്മാനിച്ചു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. God has granted us another Lord's Day in His presence to worship Him, and may we praise Him for that. ഇങ്ങനെ ഇവിടെയുള്ള ദൈവജനത്തോട് ചേർന്ന് എളിയവർക്ക് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം ഒരവസരം തന്നു. അത് ഞാൻ വളരെ സന്തോഷിക്കുന്നു. We rejoice in the opportunity that God has given us as a family to join here with the saints here and worship, and I thank God for that. ഇന്ന് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ മക്കളും കുടുംബമായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ ഇവിടെ വെച്ച് ആരാധിക്കാനായിട്ട് കഴിയുന്നത്. It is after many years that me and my children together were able to worship the Lord here in your presence. മൂത്ത മകൾ റോണി, ഹസ്ബൻഡ് സാമെടുക്കൾ, അവർ രണ്ട് മക്കൾ, അവരിന്ന് രാവിലെ 8:30 ആണ് കാലിഫോർണിയയിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ഇവിടെ വന്നത്. My elder daughter Ronnie and husband Sam with the children, they just arrived this morning from San Francisco. അതുപോലെ രണ്ടാമത്തെ മകന് ബോബ് ഫിലിപ്പ്, അവൻ്റെ വൈഫും ഒരു മകനും, അതുപോലെ തന്നെ ഇളയ മകന് ബെഞ്ചി, അവരൊക്കെ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. അവർക്കും ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ വരുവാനിടയായി. Also my second son and my younger son, they are all settled in Qatar. They were also able to come here. ഞാനും കുടുംബമായിട്ട് ഖത്തറിൽ 43 വർഷത്തോളം ഉണ്ടായിരുന്നു. And I also, as a family, we were in Qatar for 43 years. റിട്ടയർമെൻറ്റ് ശേഷം ചില വർഷങ്ങൾ അവിടെ തുടർന്നു. And after retirement, we continued there some more years. എന്നാൽ റെഗുലറായിട്ട് ഞാൻ നാട്ടിൽ വരികയും തിരുവല്ല മെഡിക്കൽ മിഷനുള്ള ഹോസ്പിറ്റലിലെ ഗോസ്പൽ ഷെയർ ചെയ്യാനായിട്ട് റൂം വിസിറ്റ് ചെയ്തുകൊണ്ടായിരുന്നു. But even while I was there, I would regularly visit the TMM hospital in Tiruvalla and regularly partake in the sharing of the gospel. കഴിഞ്ഞ 4 വർഷമായിട്ട് ദോഹയിൽ നിന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് നാട്ടിലേക്ക് വന്ന് അവിടെ താമസിക്കുകയും വേല തുടരുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. And since 4 years ago, we were completely we left Doha and we have been in India. മിക്ക ദിവസങ്ങളിലും ഹോസ്പിറ്റൽ രാവിലെ പോയി ഒരു 2 മണിക്കൂറോളം റൂമുകൾ വിസിറ്റ് ചെയ്യുകയും രോഗികളെ അവിടെ സുവിശേഷം പറയുകയും അനേക ഹിന്ദുക്കളും അതുപോലെ തന്നെ അനേകരും ഈ നാളുകളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അവരുടെ ജീവിതത്തിൻ്റെ രക്ഷകനായി സ്വീകരിക്കുന്നത് കാണുവാനുള്ള വലിയ ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നു. But the ministry at TMM continues every morning, almost every day. I go there for a couple of hours and I'm able to see through the sharing of the gospel many people, especially Hindus and people from other backgrounds, come to receive the Lord Jesus as their Savior. നമ്മുടെ മാനേജ്മെൻറ്റുള്ള ഹോസ്പിറ്റലായതുകൊണ്ട് അങ്ങനെ ഒരു ഫ്രീഡമുണ്ട്. എല്ലാവർക്കും പോകാൻ അവിടെ പെർമിഷൻ ഇല്ല, എങ്കിൽ തന്നെ എനിക്ക് റിട്ടേൺ പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ചിലർ അങ്ങനെ റെഗുലറായിട്ട് പോകുന്നു. അനേക ഹിന്ദുക്കൾ തന്നെ വളരെ സന്തോഷത്തോടു കൂടി കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാനിടയായിക്കൊണ്ടിരിക്കുന്നു. Because the hospital is under our management, we have the freedom to do that. We need permission to do that, and I have the written permission to share the gospel because I've been regularly doing it. And especially I have the joy of seeing people who are from Hindu backgrounds receive the Lord and share in the joy of salvation. അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഡോക്ടറുണ്ട്, ഉമേഷ് എന്ന് പറയും. തൻ്റെ പേഷ്യൻ്റായിട്ടൊരു ആണ് 90% പേഷ്യൻസ്. അവരൊക്കെയും ഒരുപാട് ഹിന്ദുസ് അവിടെ വരുന്നുണ്ട്. അവരൊക്കെയും ഞങ്ങൾ യേശു ക്രിസ്തുവിൽ ദൈവമായിട്ട് കാണുന്നവരാണ്. ഞങ്ങൾ പള്ളിയിൽ പോകുന്ന വഴിക്കൊക്കെയും പള്ളി കണ്ടാൽ അവിടെ കുരിശ് വരയ്ക്കും, പ്രാർത്ഥിക്കും എന്നൊക്കെയും പറയും. അപ്പോൾ അത് നമുക്ക് അവരോട് സുവിശേഷം പറയാൻ വളരെ ഒരു അനുകൂലമായ സാഹചര്യമാണ്. There's a famous doctor there. His name is Umesh, and 90% of his patients are from Hindu backgrounds, and they often say that they are open to Christianity, that they acknowledge Jesus as God, and that gives us an open door to share the gospel with them. അതുകൂടാതെ എനിക്ക് നമ്മുടെ ഇടയിലെ ആദ്യത്തെ ബൈബിൾ സ്കൂളാണ് കുമ്പനാട് ബദനി ബൈബിൾ സ്കൂൾ. Also the first Bible school that was started in our midst was Kumbanad Bethany Bible School. 1949 ആരംഭിച്ചതാണ്. It started in 1949. അതിൻ്റെ പ്രിൻസിപ്പാളായിരിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് വർഗീസ് കെ കുര്യനാണ്. അതുപോലെ വൈസ് പ്രിൻസിപ്പാൾ കർത്തദാസൻ PG ജെയിംസ്, അതുപോലെ KC ജോൺസൺ, ഇവരൊക്കെയും അതിനകത്ത് ആക്റ്റീവായിട്ടുള്ളവരാണ്. And the principal is brother
Varghese Kurian. Varghese Kurian, and also Casey Johnson, PG James, they were all involved with that. നമ്മുടെ ഇടയിലെ പ്രമുഖരായിട്ടുള്ള സുശേഷന്മാരൊക്കെ അവിടുത്തെ ടീച്ചേഴ്സായിട്ടുണ്ട്. And many of the prominent teachers in our midst are faculty there. അതിൻ്റെ സെക്രട്ടറി ആയിട്ട് ശുശ്രൂഷ ചെയ്യുവാനും ദൈവം എനിക്ക് ഒരു അവസരം തന്നു. And God has also enabled me to serve there as it's that organization's secretary. അതുപോലെ തന്നെ റിട്ടയർഡായിട്ട് നാട്ടിലുള്ളവരും ഗൾഫിൽ നിന്ന് വന്നവരും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ളവരൊക്കെയും ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രാർത്ഥനാ കൂട്ടമാണ് BGM, Brethren Gospel Mission. And there is also a prayer group by the name of BGM, Brethren Gospel Mission, which is consisting of people who are retired both from India and from elsewhere. പ്രധാനമായിട്ട് UP-യിലും ആദ്യം അവർ ഒഡീഷയിലെ പ്രവർത്തനം ആരംഭിച്ചു. തുടർന്ന് UP-യിലും അതുപോലെ ഇപ്പോൾ രാജസ്ഥാനിലും പ്രവർത്തനം ആരംഭിച്ചു. And they began operations in Odisha and UP. അവിടെ സുവിശേഷം കടന്നു ചെന്നിട്ടില്ലാത്ത ഡിസ്ട്രിക്റ്റുകളിൽ സുവിശേഷം എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി വിഷൻ 2020 തുടർന്ന് വിഷൻ 2030 എന്നുള്ള നിലയിൽ ഒഡീഷയിലെ പ്രവർത്തനം ആരംഭിച്ചു. And they started their operations in Odisha with the goal of sharing the gospel in places that are unreached under the banner of Vision 2020 and now Vision 2030. അവിടെ 10 ഡിസ്ട്രിക്റ്റിലെ ഒരു പ്രവർത്തനവും ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് അവിടെ 9 ഡിസ്ട്രിക്റ്റിലും സുവിശേഷന്മാർ ഉണ്ട് എന്നുള്ളത് സന്തോഷത്തോടുകൂടി അറിയിക്കുന്നു. In about 10 districts there was no gospel work, but now in 9 of those districts there are individuals who are working for the gospel. ഇവാഞ്ചലിസ്റ്റ് സുഭാഷ് തങ്കച്ചൻ അതുപോലെ ഇവാഞ്ചലിസ്റ്റ് തോമസ് ജേക്കബ് എന്നിവരെ വളരെ റെഗുലറായിട്ട് വിസിറ്റ് ചെയ്യുകയും ആ പ്രവർത്തനങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോയി അവിടെ പ്രവർത്തിക്കുന്നവരെ ഉത്സാഹിപ്പിക്കുകയും മറ്റ് ബ്ലോക്കുകളിലേക്ക് സുവിശേഷം കടന്നു ചെല്ലുവാൻ തക്കവണ്ണം ഉള്ള ക്രമീകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. Evangelist Subhash Thangachan, Abraham Jacob, Abraham Thomas, they regularly visit these places and encourage people in sharing the gospel. 2022 എനിക്കും ഒഡീഷയിൽ ഈ 10 ഡിസ്ട്രിക്റ്റിൽ 2500 കിലോമീറ്ററോളം യാത്ര ചെയ്ത് ഈ സ്ഥലങ്ങളിലൊക്കെയും പോകുവാനും ആ സുവിശേഷന്മാരെ കാണുവാനും അവരോട് സഹകരിക്കുവാനും തക്കവണ്ണം ദൈവം ഭാഗ്യം തന്നു. And in 2022, I also got the opportunity to travel to Odisha and travel about 2,500 miles throughout all these 10 districts and to partner with these evangelists and also engage in that work there. ഈ പ്രവർത്തനങ്ങളെ വിശേഷാൽ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. I would request that you would remember these ministries in your prayer. ഈ ബൈബിൾ സ്കൂളിൻ്റെ പ്രവർത്തനവും അതുപോലെ BGMൻ്റെ പ്രവർത്തനങ്ങളും വളരെ സപ്പോർട്ടും പ്രാർത്ഥനയും അർഹിക്കുന്നതാണ്. Both ministries of BGM and also the Bible school, they deserve much support and prayer. ദൈവം ആ പ്രവർത്തനങ്ങളെ അതിശയകരമായി അത്ഭുതകരമായി അത് ദൈവം ആ മഹത്വത്തിനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും സന്തോഷത്തോടുകൂടി അറിയിക്കുന്നു. And God has been wonderfully and miraculously and for His glory leading these ministries there. പലപ്പോഴും നമ്മൾ വ്യക്തികളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി നാം ഇതുപോലുള്ള പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. We often support individuals, but it is also important for us to support ministries like this. അതുപോലെ സഹകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ഡീറ്റെയിൽസ് തരാം. ഞാൻ എന്നാൽ ആ ഉദ്ദേശത്തോടുകൂടി അല്ല കടന്നു വന്നിരിക്കുന്നത്. Even though that is not my reason for the visit, if anyone would like to share in the ministries, I can share the details with you. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് മലാക്കി പ്രവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. For a time of short meditation, may we turn to Malachi and we'll review a few things there. അതിൻ്റെ ആദ്യമായിട്ട് വേഴ്സ് 1 and 2 നമുക്കൊന്ന് വായിക്കാം. May we read verse 1 and 2. മലാക്കി മുഖാന്തരം ഇസ്രായേലിനോടുള്ള യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. എന്നാൽ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഏശാവ് യാക്കോവിൻ്റെ സഹോദരനല്ലയോ? എങ്കിലും ഞാൻ യാക്കോവിനെ സ്നേഹിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. The burden of the word of the Lord to Israel by Malachi. I have loved you, says the Lord. Yet you say, in what way have you loved us? Was not Esau Jacob's brother, says the Lord? Yet Jacob I have loved. ഇവിടെ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം,
ഇസ്രായേലിനുള്ള യഹോവയുടെ അരുളപ്പാട് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ആരംഭിക്കുന്നത്. The main thing that we need to note is that this is the word of the Lord to Israel. ഇത് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് യഹോവയുടെ അരുളപ്പാടാണ്. Here the word of God is the oracle that comes from God. നാം പുതിയ നിയമത്തിലെ തിമോഥെയോസ് ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ എന്ന് നാം വായിക്കുന്നുണ്ട്. We read in Paul's writing to Timothy that all scripture is God breathed. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആ ശ്വാസം ആണ് ദൈവത്തിൻ്റെ വചനം. In other words, the very breath of God is contained in his word. നാം നോർമലായിട്ട് നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് വായുവും വെള്ളവും ആഹാരവും ഒക്കെ ആവശ്യമാണ്. അതുപോലെ ആത്മീയ മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് ദൈവശാസ്ത്രീയമായ വചനം കേൾക്കുക, പഠിക്കുക, ധ്യാനിക്കുക എന്നുള്ളത്. For our very physical sustenance, we need water, food, air, and all those things. And in the same way, for our spiritual sustenance, we very much need the word of God. അതുകൊണ്ട് നാം ദൈവവചനത്തെ ദൈവത്തിൻ്റെ ശബ്ദമായിട്ട് തന്നെ കരുതണം. So we need to consider the word of God as his own voice. ദൈവമേ, അവിടുന്ന് എന്നോട് സംസാരിക്കണമേ എന്നുള്ള ആ മനോഭാവത്തോടുകൂടി നാം ദൈവവചനത്തിന് മുമ്പായിരിക്കണം. We should sit before the word with the attitude of, Lord, speak to me. ഈ മലാഖി പ്രവചനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അറിയാം, എന്നാൽ ഒരു വാക്കിൽ നിന്ന് പറഞ്ഞുകൊള്ളട്ടെ. We know the background of the book of Malachi, but may I review a few things? BC 538 പാർശ്യ രാജാവായ കോരേശിൻ്റെ ആ വിളംബര പ്രകാരം ആ പ്രവാസത്തിലായിരുന്നവർക്ക് ഒരു സ്വാതന്ത്ര്യം ലഭിക്കുകയും അങ്ങനെ ബാബേലിൽ നിന്ന് ഒരു കൂട്ടർ യെരുശലേമിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. According to the decree of Cyrus in 538 BC, the people who were in exile in Babylon, they were delivered and they returned to their land. അത് ആദ്യത്തെ ഗ്രൂപ്പ് സെരുബാബേലിൻ്റെയും തുടർന്ന് ഇസ്രായേലിൻ്റെയും നേതൃത്വത്തിൽ ദേവാലയ പണിക്കായിട്ട് അവർ യെരുശലേമിലേക്ക് പോവുകയാണ്. The first group returned under the leadership of Zerubbabel and Ezra and സെരുബാബേലിൻ്റെ എസ്ര. തുടർന്ന് BC 536 ദൈവാലയത്തിൻ്റെ പണി ആരംഭിക്കുന്നു. And in BC 536 the work of the temple began. എന്നാൽ ദേശനിവാസികളുടെ എതിർപ്പ് മൂലം അത് മുടങ്ങി. എന്നാൽ തുടർന്ന് BC 520 ആകുമ്പോഴത്തേൻ്റെ എൻ്റെ പണി പുനരാരംഭിക്കാനായിട്ട് കാണുവാനായിട്ട് കഴിയും. And we see that the work was hindered by the opposition that happened from people around that, but in BC 520 the work began again. അങ്ങനെ BC 516 എൻ്റെ പണി പൂർത്തിയായി. And BC 516 the work was completed. അപ്പോൾ ഈ സമയത്തെ അവിടുത്തെ പ്രവാചകന്മാർ ഹഗ്ഗായി പ്രവാചകനും അതുപോലെ സഖറിയ പ്രവാചകനും ആയിരുന്നു. And the prophets in the land at the time were prophet Haggai and also Zechariah. അതിനുശേഷം 100 വർഷങ്ങൾക്ക് ശേഷമാണ് മലാക്കി പ്രവാചകൻ പ്രവേശനം ചെയ്യുന്നത്. And it was after 100 years that Malachi comes into the scene. മലാക്കിയുടെ ആ സമയത്ത് സമകാലികനായിരുന്നു നെഹമ്യാവ്. And the contemporary of Malachi was Nehemiah. അതിനുശേഷം പിന്നീട് 400 വർഷത്തേക്ക് യാതൊരു പ്രവചനവും ഇല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And then we see for 400 years there was no prophecy given. അതിൻ്റെ ഈ മലാക്കി പ്രവചനം 3:1 അവിടെ നാം വായിക്കുന്നുണ്ട്, എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. We see in Malachi chapter 3 and verse 1, behold I send my messenger to prepare the way before me. അത് യോഹന്നാൻ സ്നാപകനാണ് അതിന് ശേഷം 400 വർഷങ്ങൾക്ക് ശേഷം വരുന്നത്. And after a gap of 400 years we see John the Baptist come fulfilling this prophecy. അപ്പോൾ ഈ 100 വർഷം കഴിഞ്ഞ് ആ മലാക്കി പ്രവാചകൻ വരുമ്പോഴത്തേന് മുമ്പ് ഉണ്ടായിരുന്ന ഹഗ്ഗായിയുടെയും സഖറിയാവിൻ്റെയും പ്രവചന വാക്കുകളൊക്കെയും ഇവരെ മറന്നു കഴിഞ്ഞു. So when Malachi comes into the scene after 100 years, the people had already forgotten what Zechariah and Haggai had said. അത് ഈ മലാക്കി പ്രവചനം നമുക്ക് അറിയാം, പ്രവാസാനന്തര കാലഘട്ടത്തിലെ മൂന്നാമത്തെയും ഒടുവിലത്തെയും പ്രവാചകനാണ് മലാക്കി. We see Malachi is the third and the last of the post-exilic prophets. അപ്പോൾ ഈ മലാക്കി പ്രവചനത്തിൽ നമുക്കറിയാം അവരുടെ മുമ്പുള്ള കേട്ട വചനങ്ങളൊക്കെയും മറന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. So people have come to the place where they have forgotten the prophecies given to them by the Lord. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ
ദുഷ്ടത നിറഞ്ഞ ജീവിത രീതി, കപടഭക്തി, അതുപോലെ തന്നെ അവിശ്വസ്തത, ആ വിജാതീയ വിവാഹം, ഇതൊക്കെയും കണ്ട് അവരെ കഠിനമായി ശാസിക്കുന്ന ഒരു മലാഖിയെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. We see Malachi who is rebuking the many evil practices among the people, including wickedness, idolatry, and also mixed marriages. അതെ, ദൈവം ഞങ്ങളെ ശരിയായി സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഇസ്രായേൽ ജനത്തിന് സംശയമായിരുന്നു. And there was a doubt in the hearts of the Israelites whether God loves them or not. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് ഇവിടെ ആ രണ്ടാം വാക്യത്തിൽ പറയുന്നത്, ഇസ്രായേലിനോടുള്ള യഹോവയുടെ അരുളപ്പാട്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. So to the midst of that, God's word comes saying that I have loved you, Israel. എന്നാൽ അവരെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ള ആ സാഹചര്യം, ആ അവസ്ഥ അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. But they had come to a point where they could not even acknowledge the very fact that God loved them. അവരവിടെ ഇവിടെ ഈ മലാക്കി പ്രവചനത്തിലെ ഒരു ചോദ്യോത്തര രീതിയിലാണ് അവിടെ കാര്യങ്ങൾ യഹോവയുടെ അരുളപ്പാടായിട്ട് അറിയിക്കുന്നതെന്ന് കാണുവാനായിട്ട് കഴിയും. Malachi brings the word of God to them in a question and answer format. ഇവിടെ മലാക്കി പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആറ് ചോദ്യങ്ങൾ ആണ് ഇന്ന് എൻ്റെ ചിന്താവിഷയമായിട്ടിരിക്കുന്നത്. There are 6 questions that Malachi presents in his prophecy, and that is the topic for my consideration today. ഇവിടെ രണ്ടാം വാക്യത്തിൽ അവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് കാണുവാനായിട്ട് കഴിയും. So in the second verse we read the first question. എന്നാൽ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. They ask, in what way have you loved us? അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അവർക്ക് മനസ്സിലാക്കുവാനോ രുചിച്ചറിയുവാനോ അത് ദൈവം അവരെ സ്നേഹിക്കുന്നുവെന്നോ മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അവർ അതപ്പതിച്ചു പോയി. They have come and declined to a place where they can't even recognize or acknowledge the fact that God loves them and to recognize how He has loved them. അപ്പോൾ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കത്തക്കവണ്ണം ആ ഒരവസ്ഥ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. We see that they are in a place where they are asking, in what way have you loved us? അവിടെ പറയുന്നു, ഏശാവ് യാക്കോബിന്റെ സഹോദരനല്ലയോ, എങ്കിലും ഞാൻ യാക്കോബിനെ സ്നേഹിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. There he says, was not Esau Jacob's brothers, yet Jacob I have loved. യെശയ്യാപ്രവചനം 43-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, യാക്കോബിനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. In Isaiah 43 we read of God telling Jacob, Jacob I have called you by name. ഇവിടെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് യാക്കോബിനോടുള്ള ബന്ധത്തിൽ കാണുവാനായിട്ട് കഴിയും. Here we see the choosing of God in relation to Jacob. ആ ദൈവത്തിന് ഇസ്രായേൽ മക്കളോടുള്ള ആ വലിയ സ്നേഹമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. We see the great love of God towards Israel there. അത് നമുക്കും ആ നിലയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കും കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. And we see in the book of Corinthians in relation to us that God has chosen the foolish things of the world to make to nothing the wise. അതുപോലെ ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിലെ ബലഹീനമായത് തെരഞ്ഞെടുത്തു. And also to shame the strong, God has selected or God has chosen the weak. അത് നമ്മളുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഓർക്കുവാനായിട്ടുള്ളത്, ശിശുക്കളായ നമ്മെ അവൻ തെരഞ്ഞെടുത്തു, അല്ലെങ്കിൽ ഒരു വിധത്തിലും യോഗ്യതയില്ലാതിരുന്ന നമ്മളെ ദൈവം തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. When we think about our choosing, we see that God chose us, we who were children, who were not deserving. ലോകപ്രകാരം നോക്കിയാൽ ലോകത്തിൽ എത്രയോ വലിയ പണ്ഡിതന്മാരുണ്ട്. When we consider the world, there are so many people who are scholars in the world. നമുക്കറിയാം, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പോലും ആ വിഗ്രഹത്തിന്റെ മുമ്പിൽ കമന്ന് കടന്ന് ആരാധിക്കുന്ന നാം കണ്ടിട്ടുണ്ട്. But even then we see even the Indian president bowing down to an idol and worshiping it. എന്നാൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ ആ സത്യദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ ഉള്ള വലിയ ഭാഗ്യം, വലിയ കൃപ നമ്മളുടെ മേൽ ചൊരിഞ്ഞു. But God has shed His grace upon us such that we have knowledge of the living God. അതെ, അന്ധവിശ്വാസത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. We are living in a world that is going through superstition. അതെ, സൃഷ്ടാവാം ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം സൃഷ്ടികളെ ആരാധിക്കുന്നു. And that is to worship the creature rather than the creator. അതെ, അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല. Even though they have eyes, they don't see, and even though they have ears, they don't hear. എന്നാൽ ദൈവം നമുക്ക് തന്ന വലിയ ഭാഗ്യത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. But may we praise God for the great opportunity that He has given to us. എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ ഇതുപോലെ
ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. But we also need to evaluate whether a situation like this has happened in our life. നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്ന ഒരു അധപ്പതിച്ച അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? Have we declined to the place where we are having to ask, in what way have you loved us? അത് ദൈവം നാം ഓരോ സെക്കൻഡും ജീവിക്കുന്ന ദൈവത്തിന്റെ കൃപയാലാണ്. Because every moment of our life we are living by the grace of God. നാം 16-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ നീ എന്നെ കാത്തുകൊള്ളണമേ. പിന്നെ അവിടെ തുടർന്ന് പറയുന്നുണ്ട്, ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. We read in Psalm 16 and verse 1, preserve me God, for I put my trust in you. And he says that except from you I have no good thing. അത് നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. I have no good thing apart from you. ഇത് നമ്മൾ ഓരോ നിമിഷവും അക്നോളജ് ചെയ്യണം. We need to acknowledge this every moment. കർത്താവേ, നീ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. God, I live because you love me. നിന്റെ കൃപ എൻ്റെ മേൽ ചൊരിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഓരോ സെക്കൻഡും ജീവിക്കുന്നത്. It is because your grace has been showered upon me that I live each moment. നീ ഒഴികെ എൻ്റെ ജീവിതത്തിൽ യാതൊരു നന്മയുമില്ല. There is no goodness in me apart from you. ഒരു സെക്കൻഡ് പോലും എൻ്റെ കർത്താവ് അനുവദിക്കാതെ എനിക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല. I cannot live even 1 second without the Lord allowing me to. നാം കഴിഞ്ഞ ആഴ്ചയിൽ കേരളത്തിൽ നടന്ന ഒരു വലിയ ദുരന്തത്തെക്കുറിച്ച്, വയനാട്ടിൽ എത്രയോ പേരാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. We heard about a great disaster that happened in Kerala, in Wayanad. How many people died in that disaster? അത് അടുത്ത ഒരു സെക്കൻഡ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഗ്യാരണ്ടീഡ് അല്ല. None of us are guaranteed the very next second in our life. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിലോ നമ്മുടെ സൗന്ദര്യത്തിലോ നമ്മുടെ ജോലിയിലോ നമ്മുടെ വെൽത്തിലോ ഒന്നിലും നമുക്ക് പ്രശംസിപ്പാനില്ല. So we cannot boast in our beauty or our wealth or anything that we have. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തെ നാം ഒന്ന് തിരിച്ചറിയണം. We need to acknowledge and recognize the love of God. നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല എന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞുകൊണ്ട് ഓരോ സെക്കൻഡും നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. Acknowledging before the Lord that apart from him there is no goodness in our life, we should live with a heart of gratefulness. പലപ്പോഴും നല്ല ജോലി, നല്ല ആരോഗ്യം, നല്ല ചുറ്റുപാടും ഒക്കെ ആവുമ്പോൾ നാം ദൈവത്തെ മറന്നു പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. Oftentimes when we have good circumstances, good work, good job, good health, we forget God. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഒരു മിനിറ്റ് ദൈവസന്നിധിയിൽ ഇരിപ്പാനോ ദൈവത്തോട് സംസാരിക്കുവാനോ ഉള്ള സാവകാശം പോലും നമുക്ക് ചിലപ്പോൾ ലഭിക്കാറില്ല. And we won't even have time to sit in his presence or listen to his word. എത്രയോ പരിതാപകരമായിട്ടുള്ള കാര്യമാണ്. What a bad situation that is. അതെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയാണത്. And that is the place where we are asking, in what way have you loved us? ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്. We have everything. ഒന്നിനും കുറവില്ല. There is no lack. ഞങ്ങൾക്ക് ഇനി എന്തിനെ ഞങ്ങൾ ദൈവത്തെ വിളിക്കണം? So what's our need to call upon the Lord? അതെ, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്താം. So may we humble ourselves before the Lord. നമുക്കറിയാം, പത്രോസിനോട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. There's a question that our Lord Jesus asks Peter. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ചോദിക്കുന്നുണ്ട്, നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. That is found in John's Gospel chapter 21, where the Lord asks, do you love me more than these? അതെ, നമുക്കറിയാം 3 പ്രാവശ്യം പത്രോസിനോട് ചോദിക്കുക. And he asked that question 3 times to Peter. ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോഴും ആ ചോദ്യത്തിന്റെ ആ ഡിഗ്രി അതിന്റെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. And we see that the intensity of that question increases each time he asks. ആദ്യം ചോദിക്കുന്നത്, നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. He asks, the first question is, do you love me more than these? അതെ, നീ കർത്താവിനോട് കൂടെ പോയി കർത്താവിങ്കിൽ സകല നന്മയും അനുഭവിച്ച് ആദ്യമായിട്ട് ക്രിസ്തുവിനെ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് എന്നൊക്കെയും സാക്ഷ്യം പറഞ്ഞ ആ പത്രോസ്. And this is the Peter who walked with the Lord Jesus and confessed for the first time that he is the Son of the living God. അതെ, പത്രോസിനോട് കർത്താവ് ചോദിക്കുകയാണ്, നീ എന്നെ വിട്ടിട്ട് പടകും വലയും ഒക്കെ എടുത്തിട്ട് 6 ശിഷ്യന്മാരെ കൂടെ കൂട്ടി അത് എന്നെ വിട്ടുപോയിരിക്കുകയാണ്. And the Lord Jesus is asking Peter, now you have departed from me, taking 6 other disciples with you. അപ്പോൾ പത്രോസിനോട് ചോദിക്കുകയാണ്, നീ ഇതിനേക്കാൾ ഒക്കെ ഉപരിയായി എന്നെ സ്നേഹിക്കുന്നു. So he is asking Peter, do you love me more than all of these? അഗപ്പെ ലവ് ആണ് ദൈവം അവിടെ ആഗ്രഹിക്കുന്നത്. And he desires an agape love. എന്നാൽ അതിന് മറുപടിയായിട്ട് പത്രോസ് പറയുന്നത്, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു. And in response, Peter says, Lord, I love you. രണ്ടാമത്തെ ചോദ്യം വരുമ്പോൾ അല്പം കൂടി ഡിഗ്രി കുറച്ചാണ് ചോദിക്കുന്നത്, നീ
എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. And secondly, the second question is a lower degree. He asks, do you love me? അത് എല്ലാത്തിനേക്കാളും ഉപരിയായിട്ടല്ല, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ. He doesn't add the term more than these, but he just says, do you love me? അവിടെയും പത്രോസ് പറയുന്ന മറുപടി എനിക്ക് എന്നോട് പ്രിയമുണ്ട് എന്ന് പറഞ്ഞാൽ ഫിലെ ആ ഡിഗ്രി കുറഞ്ഞ ആ സ്നേഹമാണ് കാണുന്നത്. And Peter responds, I love you. In other words, that's the phileo love, which is the lesser love. അപ്പോൾ മൂന്നാമത് കർത്താവ് ചോദിക്കുന്നു അല്പം കൂടി ഡിഗ്രി കുറച്ച്, നിനക്ക് എന്നോട് പ്രിയമെങ്കിലും ഉണ്ടോ. And then the Lord asks him, do you at least phileo me? അതെ, അപ്പോൾ പത്രോസ് അവിടെ മൂന്നാമതും ചോദിക്കയാൽ പത്രോസ് തൻ്റെ പുറകിലത്തെ അനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി നമുക്ക് കാണുവാനായിട്ട് കഴിയും. And because he asked that question a third time, Peter looks back to his experiences. പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞത് തൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. And the betrayal of him, or when he denied the Lord, that came to his mind. വലിയ വീരവാദം മുഴക്കിയവനാണ്, എന്നെ ഒരിക്കലും തള്ളിപ്പറയുകയില്ല എന്ന്. He boasted by saying, I will never leave you. എന്നാൽ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. But he denied him 3 times. അത് കർത്താവിനോട് അകലം വിട്ട് നടന്നു. And he stood aloof from the Lord. അത് നമുക്കറിയാം, ക്രൂശിലെ ആ മറിയ, ആ മഗ്ദലക്കാരി മറിയ, ഇവരോട് കർത്താവ് ഉടനെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പത്രോസ് ഓടി വന്നു, എന്നാൽ അതുപോലെ തന്നെ മടങ്ങിപ്പോകുന്നത് കാണുവാനായിട്ട് കഴിയും. We also see when Mary Magdalene came to say that the Lord has been risen, Peter came running, but at the same time he departed. അതെ, ആ മറിയ കർത്താവിനോടുള്ള സ്നേഹത്താൽ ആധിക്യത്താൽ അവിടെ തന്നെ നിൽക്കുകയാണ് നമുക്ക് കാണുവാനായിട്ട് But കഴിയും. Mary, on the other hand, because of her love towards him, stayed there. എന്നാൽ ഈ പത്രോസിനെ കർത്താവ് കൈവിടുന്നില്ല. But Peter, the Lord does not forsake Peter. കർത്താവിൻ്റെ പുറകെ നടന്നവനെ സ്നേഹിക്കുകയാണ്. God chases after him and loves him. അതെ, പത്രോസ് തന്നെ പിന്മാറ്റത്തിലേക്ക് പോയ അവസ്ഥയിൽ, മറ്റു ശിഷ്യന്മാരെ കൂടെ കൂട്ടി പിന്മാറ്റത്തിലേക്ക് പോയ അവസ്ഥയിൽ, തിബേരിയാസ് കടലിൻ്റെ കരയിൽ രാത്രി മുഴുവൻ ഇവരെ അധ്വാനിച്ചൊന്നും കിട്ടാത്ത അവസ്ഥയിൽ രാവിലെ കർത്താവ് അവിടെ നിൽക്കുകയാണ്. When Peter left with 6 other disciples into an experience of backsliding in that shore of the sea Tiberias, and after working the whole night they did not catch anything, the Lord finds them there. അതെ, പത്രോസിനോട് ചോദിക്കുന്നു, എന്തെങ്കിലും കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്നുള്ള ആ ചോദ്യത്തിന് മുമ്പാകെ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നു. And the Lord asks him, do you have anything to eat? And the disciples respond by saying, we have worked all night and caught nothing. അത് നമുക്ക് തുടർന്നുള്ള സംഭവങ്ങൾ അറിയാം. എന്നാൽ കർത്താവ് ഒടുവിലായിട്ട് വളരെ ക്ഷീണിച്ച് ബലഹീനനായി തീർന്ന, ഒന്നുമില്ലാതെ തളർന്ന ആ അവസ്ഥയിൽ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡൈനിങ് ടേബിളിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരായിട്ട് കാണുവാനായിട്ട് കഴിയും. We see the Lord leads them to a laid out breakfast when they were in a state of weakness, having worked all night, and they were miserable. അതെ, അവിടെ താൻ വരുമ്പോൾ ആ തീക്കനലിന്മേൽ മീനും അതുപോലെ അപ്പവും ഒക്കെയും കാണുവാനായിട്ട് കഴിയും. So when they came back, they were seeing the fish and the bread on the fire. അപ്പോൾ അവിടെ വെച്ചാണ്, അതിന് ശേഷമാണ് കർത്താവ് ചോദിക്കുന്നത്, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു. And it is after that the Lord asks him, do you love me more than these? അതെ, ദൈവം നമ്മോട് ഓരോരുത്തരോടും പേഴ്സണലായിട്ട് ചോദിക്കുകയാണ്. നമുക്കുള്ള സമ്പത്തിനേക്കാൾ, നമുക്കുള്ള കുടുംബത്തെക്കാൾ, മക്കളെക്കാൾ, നമ്മുടെ സൗന്ദര്യത്തെക്കാൾ, നമ്മുടെ ആരോഗ്യത്തെക്കാൾ, നമ്മുടെ ജോലിയേക്കാൾ ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? And this is an individual question that the Lord is asking to each one of us. Do you love me more than your jobs, your wealth, your families, your health, everything that you have? Do you love me more than these things? അത് നമ്മളുടെ ജീവിതത്തിലും കർത്താവിനെ വാസ്തവമായി സ്നേഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ, ദൈവത്തിൻ്റെ സ്നേഹം ഒന്ന് രുചിച്ചറിഞ്ഞുകൊണ്ട് അനുഭവിച്ചുകൊണ്ട്, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. In our lives also, may we have the experience of tasting and seeing the love of God, and to acknowledge the love of God in our lives. നമ്മൾ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഡെറിക് റെഡ്മണ്ട് എന്ന ഒരു കായികാഭ്യാസി 1992 ബാർസലോണിയ ഒളിമ്പിക്സ് വെച്ച് താൻ 400 മീറ്റേഴ്സ് സെമി ഫൈനൽ ഓടുമ്പോൾ തനിക്ക് കാലിന് ഒളുക്കുണ്ടായി, താൻ അവിടെ വീണു. We know of a thing that happened in the 1992 Olympics. This athlete Derek Edmonds, he was running in the 400-meter race, and because of an injury to his leg, he fell. താൻ അവിടെ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. എന്നിട്ടും ആ മുടന്തോടുകൂടി താൻ നടക്കുവാനായിട്ട് ശ്രമിക്കുന്നു. And he wept bitterly sitting there, but even with that injured leg, he is trying to limp to the finish line. അപ്പോൾ
സകല സെക്യൂരിറ്റിയെയും ഭേദിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഓടി തൻ്റെ അടുക്കലേക്ക് വരികയാണ്. So a man came running past security and came towards him. തന്നെ തടസ്സപ്പെടുത്തുവാൻ പലരും നോക്കിയെങ്കിലും അത് നടന്നില്ല. Even though many people tried to stop this man going to the athlete, that did not work. അതെ, ആ മനുഷ്യൻ ഓടി വന്ന് ഈ ഡെറിക്കിൻ്റെ കൈ തൻ്റെ തോളിലിട്ടുകൊണ്ട് തന്നെ നടക്കുവാനായിട്ട് സഹായിച്ചു. And this man came running to Derek, put his arms on his shoulder and tried to carry him to that finish line. 400 മീറ്റർ അത് കംപ്ലീറ്റ് ചെയ്യുന്നവരെ നടന്നുകൊണ്ട് ആ പിതാവ് തൻ്റെ മകൻ്റെ അവൻ്റെ കൈ തോളിലിട്ടുകൊണ്ട് നടത്തി അവനെ അവിടെ എത്തിക്കാൻ സഹായിച്ചു. And until the completion of that 400 meter, he walked that way to the finish line carrying him. അപ്പോൾ ആ മനുഷ്യൻ ജോൺ എന്ന വ്യക്തി തൻ്റെ പിതാവായിരുന്നു. So that man who ran to Derek was actually his father. His name was John. മാത്രമല്ല തൻ്റെ കോച്ചുമായിരുന്നു. He was also his coach. അതെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ തളർന്നു പോകാവുന്ന വീണു പോകാവുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്നിരിക്കാം. And chances are that we are faced with trials and problems in our life, in circumstances where we can't go on. എന്നാൽ നമ്മളുടെ നല്ലവനായ പിതാവ് നമ്മെ സ്നേഹിക്കുന്നു. But our good God, good Father, loves us. ആ സ്നേഹനിധിയായ കർത്താവ് നാം വീണുപോയാലും നമ്മളുടെ ഓട്ടം തികയ്ക്കുവാനായിട്ട് നമ്മെ അതിൻ്റെ കൈ നമ്മുടെ തോളിലിട്ടുകൊണ്ട് നമ്മെ നടത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. And this loving Father at that time will come running to us, put our arm around his shoulder and carry us to the finish line. പലപ്പോഴും നാം ആരോഗ്യത്തോടുകൂടി ഇരിക്കുമ്പോൾ, നമുക്ക് എല്ലാം ഉള്ളപ്പോൾ, എല്ലാം തൃപ്തിയായിരിക്കുമ്പോൾ നാം ഇതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. Oftentimes when we have everything, when we are healthy and when we have all the circumstances working for us, we don't think about these things. എന്നാൽ സാഹചര്യങ്ങൾ വിപരീതമാകുമ്പോൾ നാം ഓർക്കണം, എന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്, ആ കർത്താവിന് മാത്രമേ എന്നെ സഹായിക്കുവാൻ കഴിയത്തുള്ളൂ എന്നുള്ളത്. But when circumstances turn against us, then we need to understand that there is a God who is for me and he alone can lead me. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അതിന്റെ 6-ാം വാക്യം. And maybe go to the second question. It's verse 6. അവിടെ വായിക്കുന്നുണ്ട്, മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അവന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. A son honors his father, a servant his master. If then I am the father, where is my honor? If I am the master, where is my reverence? As the Lord of hosts, to the priests who despise my name, yet you say, in what have you despised me? ഇവിടെ 6 മുതൽ 2:9 വരെയുള്ള വാക്യങ്ങൾ പുരോഹിതന്മാരോട് യഹോവയുടെ അരുളപ്പാടാണ്. From verse 6 leading up to chapter 2 and verse 9, the Lord is addressing the priests. അതെ, നമ്മളോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ നാം ഓരോരുത്തരും രാജകീയ പുരോഹിത വർഗമാണ്. And in relation to us, each one of us are kingly priests. ഇവിടെ അവിടുത്തെ ഒരു ചോദ്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അവൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു എന്നാണ് കാണുന്നത്. There we see the question, if I am the father, where is my honor? If I am the master, where is my reverence? Says the Lord of hosts to the priests who despise my name. പിന്നെ അവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ കാണുന്നു, ഏതിനാൽ ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്ന് ചോദിക്കുന്നു. We see another question there, yet you say, in what way have we despised your name? അതെ, മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ. നാം ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ, നാം ദൈവത്തിൻ്റെ ദാസന്മാരാണെങ്കിൽ, നമ്മുടെ പിതാവായ ദൈവത്തെ, നമ്മുടെ യജമാനായ കർത്താവിനെ നാം ബഹുമാനം കൊടുക്കേണ്ടതാണ്, അവനെ ഭയപ്പെടേണ്ടതാണ്. If we are the children of God, if we are the servants of God, then we should honor our Father. We should revere our Master. അതെ, നിങ്ങൾ എൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ചോദിക്കുന്നത്, ഞങ്ങൾ ഏതിനാൽ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു അല്ലെങ്കിൽ നിന്ദിക്കുന്നു? And when he says that you despise my name, they ask back, in what way have we despised your name? അതെ, നാം ഇന്ന് ജീവിച്ചിരിക്കുന്ന കാലം നാം പ്രത്യേകം ഓർക്കണം, ദൈവഭയം നഷ്ടപ്പെട്ട ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. We need to understand that we are living in a world that has lost its fear of God. നാം സൺഡേ വരുമ്പോൾ നാം വളരെ ഭക്തരാണ്. When we come on Sundays, we are great people of great piety. എന്നാൽ ഇവിടെ ദൈവം ചോദിക്കുകയാണ്, അവിടെ ചോദിക്കുകയാണ്, മകൻ അപ്പനെയും ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? But there the question is, if I am the father, where is my honor? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ? And if I am your master, where is my reverence? നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. Our God is a consuming നാം ഇത് fire. ചിന്തിക്കണം. We need to think about അതെ, നമ്മുടെ ജീവിതത്തിൽ നാം ദൈവമാണ് നമ്മുടെ സൃഷ്ടാവ്, ദൈവമാണ് നമ്മുടെ പിതാവ് എന്നൊക്കെ നമുക്കറിയാം. ആ നിലയിൽ ജീവിക്കുമ്പോൾ തന്നെ
ദൈവഭയം നമ്മുടെ We ഉള്ളിലുണ്ടായിരിക്കണം. know that He is our Creator, He is our Father, and when we think of those things, His fear comes in our അത് hearts. യഹോവാഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. And it is the fear of God that is the beginning of wisdom. 108 സങ്കീർത്തനം 112 സങ്കീർത്തനത്തിലൊക്കെ നാം വായിക്കുന്നുണ്ട്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അത് നാം വായിക്കുന്നുണ്ട്. And we read in Psalm 128, 112, all those Psalms, that the one who trusts in the Lord and walks in His ways, he is the blessed man. അതെ, അബ്രഹാമിന്റെ ജീവിതത്തിൽ നമുക്കറിയാം, ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അബ്രഹാമിനോടൊരു വാക്ക് പറയുന്നുണ്ട്. We see that when in Abraham's life, when he offered Isaac, there is something that God tells him. ഞാനിപ്പോൾ അറിയുന്നു നീ എന്നെ ഭയപ്പെടുന്നുവെന്ന്. Now I know that you fear me. അതെ, ദൈവഭയം നമ്മളുടെ പ്രകാരമുണ്ട്. How is our fear? നാം ചുറ്റുപാടും പല നിലയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകും. Our circumstances go forward in every നാം ഇന്ന് way. ട്രെൻഡ് അനുസരിച്ച് പോവുകയാണ്. We often follow the trend. അതിന്റെ മധ്യത്തിൽ അതിനെതിരെ നിൽക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? But are we able to stand against them? അത് എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? Why can't we do that? ദൈവഭയം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. Because the fear of God has left us. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. But may God help us. അവന്റെ നാമത്തെ ശിക്ഷിച്ചിരിക്കുന്നവരായിട്ട്, നിന്ദിക്കുന്നവരായിട്ടല്ല, അവന്റെ നാമത്തിന് മഹത്വം കരയറ്റുന്നവരായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. May we not be people who despise His name but glorify His name. ഞാൻ മുഖാന്തരം എന്റെ കർത്താവിന്റെ നാമം മഹത്വപ്പെടണം. Through me, the name of my God should be glorified. അത് യോഹന്നാൻ പറഞ്ഞ പോലെ, നീയോ വളരണം ഞാനോ താഴണം. Just as John the Baptist said, you should increase and I should decrease. അത് എൻ്റെ 7-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ ചോദിക്കുന്നുണ്ട്, ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനപ്പെടുത്തുന്നു? May we go to verse 7. There he's asking, the question is, in what way have we defiled you? അവിടെ വായിക്കുന്നത്, നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ മലിന ഭോജനം അർപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്ന് ചോദിക്കുന്നു. There the question is, you offer defiled food on my altar, but say, in what way have we defiled you? അതെ, അവർക്കത് എങ്ങനെ ആ യാഗപീഠത്തിന്മേൽ മലിന ഭോജനം അവർ അർപ്പിക്കുന്നത് അത് അവർക്ക് മനസ്സിലാകുന്നില്ല. They are not understanding how they are offering polluted food or defiled food on the altar. അത് ഇവിടെ പറഞ്ഞു, യഹോവയുടെ മേശ നിന്ദ്യമെന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. And there the answer is, the table of the Lord is contemptible. പിന്നെയും അവിടെ തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിങ്ങൾ ഒന്നാമതോടെ പറഞ്ഞു, നിങ്ങൾ കണ്ണുപൊട്ടുവിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല. There he is saying, when you offer the blind as a sacrifice, is it not evil? നിങ്ങൾ മുടന്തും ദീനവുമുള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ല. And when you offer the lame and sick, is it not evil? അതിനെ നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക, അവൻ പ്രസാദിക്കുമോ? Offer it then to your governor, would he be pleased with you? തുറന്നു വായിക്കുമ്പോൾ അനേക കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. And we see many things as we read down that list. അത് നമുക്കവിടെ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ അവൻ്റെ യാഗപീഠത്തെ കണ്ണുനീർ കൊണ്ടും കരച്ചിൽ കൊണ്ടും ഞരക്കം കൊണ്ടും മൂടിക്കളയുന്നു. In chapter 2 and verse 13, we read that you cover the altar of the Lord with tears, with weeping and crying. അതുപോലെ തന്നെ 1:10 വായിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചു കളഞ്ഞാൽ കൊള്ളായിരുന്നു. And also in verse 10 of chapter 1 he says, so that you would not kindle fire on my altar in vain, I have no pleasure in you. ഇന്ന് നമുക്ക് കർത്താവിനെ ആത്മാവിനും സത്യത്തിലും ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. God enabled us to worship him in truth and spirit. നാം ഓർക്കണം, ഒരിക്കലും ഇതൊരു ചടങ്ങായിട്ട് മാറരുത്. We should always remember that this should not be a ritual to us. നമുക്ക് ഇതൊരിക്കലും ഒരു ആചാരമായിട്ട് മാറരുത്. This should never become ritualistic. ഇവിടെ 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ യാഗപീഠത്തിന്മേൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ ആരെങ്കിലും വാതിൽ അടച്ചു കളഞ്ഞാൽ കൊള്ളായിരുന്നു. Verse 10 says, who is there among you who would shut the door so that you would not kindle fire on my altar in vain? നമുക്കറിയാം, 3 വർഷക്കാലം കോവിഡിന്റെ പീരീഡിൽ വാതിൽ അടച്ചു കളഞ്ഞു. We know during the 3 years of COVID the doors were shut. ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നമ്മൾ ഒരിക്കലും അത് മനസ്സിൽ പോലും കണ്ടിട്ടില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടാവും. And no one of us imagined that these things would happen. അത് ദേവാലയങ്ങളെല്ലാം അടഞ്ഞു കിടന്ന ഒരു 3 വർഷക്കാലം. All the houses of God were closed for 3 years. എന്നാൽ പിന്നെയും നാം
നമ്മളുടെ ജീവിതത്തിൽ ഇതൊക്കെയും ദൈവം തരുന്നത് അത് പാഠങ്ങളാണ്. But these are all lessons that God gives us in our lives. അത് നമ്മളുടെ ആരാധന അത് കേവലം ആചാരമായി തീരുവാനിടയാകരുത്. May our worship not just become a ritual. അത് നമുക്കറിയാം, ആ മറിയയുടെ ആരാധന നമുക്കറിയാം. We know the worship of Mary. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായത്തിലും മർക്കോസ് സുവിശേഷം 14-ാം അധ്യായത്തിലും അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. In John's Gospel chapter 14 and Mark's Gospel also we read. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള സമയമില്ല, എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകട്ടെ. We don't have the time to explain it, but may I just review it? അവിടെ മറിയയുടെ ആരാധന അവിടെ ഏറ്റവും വിലയേറിയ സ്വച്ഛയുടെ മാംസതൈലം കൊണ്ടുവന്ന് അവിടെ കർത്താവിന്റെ പാദത്തിൽ അർപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട്. So we see Mary brought the very expensive spikenard and offered at the feet of the Lord. അപ്പോൾ ആരാധന എന്ന് പറയുന്നത് വെറുതെ വരികയല്ല. So worship is not just coming empty-handed. ഒരു വർഷത്തെ അധ്വാനമാണ്, അധ്വാനത്തിന്റെ ശമ്പളമാണ് ആ സ്വച്ഛയുടെ മാംസം ഒരു ഭരണി കൊണ്ടുവന്ന് അർപ്പിച്ചത്. She offered something that was a whole year's work's worth of oil. അത് മാത്രമല്ല അവന്റെ കാലിൽ അത് പൂശി. And she anointed it on his feet. അവളുടെ ഏറ്റവും വിലയേറിയ തലമുടി, സ്ത്രീകളെ സംബന്ധിച്ച് തലമുടി എന്ന് പറഞ്ഞാൽ അത് അവർക്ക് വിലപ്പെട്ട കാര്യമാണ്. And the most precious thing that she had, which is her hair, which is what it's an adornment of women. അവന്റെ കാൽ തുടച്ചു. She wipes his feet with that. അപ്പോൾ ആ സൗരഭ്യത്തിന്റെ ആ തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. And the scent of the oil filled the house. നമുക്കറിയാം, നമ്മുടെ സഹോദരിമാർക്ക് സഭായോഗത്തിന് സ്തോത്രം ചെയ്യാനോ ചിന്തകൾ പറയുവാനോ ഒന്നും അതിനുള്ള സാവകാശമില്ല. We know our sisters don't have the opportunity to vocally share during the worship meetings. അതുകൊണ്ട് നാം ഒരിക്കലും കാഷ്വലായിട്ട് കടന്നു വരുവാനായിട്ട് ഇടയാകരുത്. But we should never, because of that, we should never come casually to the Lord. ഏറ്റവും ഭംഗിയായിട്ട് ആരാധിച്ച ഒരു സ്ത്രീയുടെ ചിത്രമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. Because here we see the picture of a woman who worshipped in a magnificent way. അത് ഇത്രയും ചെലവേറിയ ഒരു ആരാധന അർപ്പിച്ചപ്പോൾ അവിടെ യൂദ നമുക്കറിയാം അത് എന്തിന് ഇത് ദരിദ്രന്മാർക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. And when she offered that kind of an expensive worship, Judas asked her, why are you wasting it? It could have been given to the poor. കർത്താവ് അവളെ കുറിച്ച് കമന്റ് ചെയ്തിരിക്കുന്നത് അവൾ തന്നാൽ ആവത് ചെയ്തു. But the Lord in response says she did what she could. അതെ, കർത്താവിന്റെ മരണത്തിന് മുമ്പേ അങ്ങനെ ആ നിലയിൽ ആ സൗരഭ്യം അത് മരണശേഷവും ആ സൗരഭ്യം നിലനിൽക്കത്തക്കവണ്ണം അർപ്പിക്കുവാനുള്ള ഭാഗ്യം ആ മറിയയ്ക്ക് മാത്രമേ ലഭിച്ചുള്ളൂ. She was the only one who received the opportunity to anoint him such that fragrance didn't leave him even at his death. തുടർന്നും കർത്താവുകളെ കുറിച്ച് പറയുന്നുണ്ട്, സുവിശേഷം പ്രസംഗിക്കുന്നിടത്തോളം ആ മറിയയെ കുറിച്ചും പറയപ്പെടും. And the Lord said, wherever the gospel is preached, this account of Mary will also be preached. അതെ, നമുക്ക് അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് നാം ലേഖനത്തിൽ വായിക്കുന്നത് പോലെ ആത്മാവിൽ നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും അത് വീട് സൗരഭ്യം കൊണ്ട് നിറയുന്ന ഒരു ആരാധന അർപ്പിക്കണം. May we offer the fruit of our lips, which are the praises and thanks that come from within us, even as we read from Ephesians, being filled in the Spirit and being filled with psalms and hymns and spiritual songs. അടുത്തതായിട്ട് അവിടെ ചോദിക്കുന്നത് അതിൻ്റെ 17-ാം വാക്യത്തിൽ ഏതിനാൽ ഞങ്ങൾ അവനെ മുഷിപ്പിക്കുന്നു. And then in verse chapter 2 and verse 17, the question is, in what way have we wearied him? നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ അവനെ മുഷിപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. There we read, you have wearied the Lord with your words, yet you say, in what way have we wearied him? അത് നമ്മളുടെ നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കേണ്ടതാണ്. With our tongues we should worship the Lord. ഇവിടെ ചോദിക്കുകയാണ്, എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ അവനെ മുഷിപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. But here the question is, in what way have we wearied you? അത് നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു. And the answer is, with your words you have wearied the Lord. ദൈവഭക്തന്മാർ തമ്മിൽ എന്താണ് സംസാരിക്കുന്നത്? What is the conversation that people of God have? അന്യോന്യം നാം ഫെലോഷിപ്പിനൊക്കെയും കൂടുമ്പോൾ നമ്മുടെ സംസാരം എന്തായിരിക്കണം? What should be our conversations when we gather for fellowship? അത് നമ്മുടെ വാക്കുകൾക്ക് ഓരോ വാക്കിനും നാം കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. Because every word of ours will
will be held accountable. നാം ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ പോലും മക്കളുടെ മുമ്പാകെ വേറൊരു സഹോദരനെ കുറിച്ച് കുറ്റം പറയാനായിട്ട് ഇടയാകരുത്. We should never slander another brother in front of our kids, even at our home. അപ്പോൾ അവർ പ്രായമായാലും ആ ഒരു ഇംപ്രഷൻ ആയിരിക്കും അവരുടെ മനസ്സിലുള്ളത്. Because that will be the impression in their mind even when they get ആ old. സഹോദരനെ വചനം ശുശ്രൂഷിക്കുന്നതാണെങ്കിലും ആ ഇംപ്രഷനോടുകൂടി അവർ കേട്ട് കഴിഞ്ഞാൽ അത് അവർക്ക് സ്വീകരിക്കാനായിട്ട് കഴിയത്തില്ല. Because they cannot receive the word even if they hear the word of God ministered from that brother. എല്ലാവരിലും കുറവുകളുണ്ട്. Everyone has shortcomings. എന്നാൽ എപ്പോഴും പ്ലസ് പോയിന്റ് അവരെക്കുറിച്ച് സ്തോത്രം പറയാനുള്ള കാര്യങ്ങളായിരിക്കണം നാം ഷെയർ ചെയ്യേണ്ടത്. But we should always be sharing things that are encouraging concerning our fellow brothers. അവിടെ നാം വായിക്കുന്നുണ്ട്, അതിൻ്റെ 17-ാം വാക്യത്തിൽ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, അത് ദൈവം ശ്രദ്ധ വെച്ച് കേട്ടുകൊണ്ടിരിക്കുന്നു, അവരുടെ അത് സ്മരണ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു നാം വായിക്കുന്നു. We see that the people of God talked among themselves and the Lord listened intently, and there was a book of remembrance that recorded that. അതെ, നാം നമ്മുടെ വാക്കുകളാൽ ഒരിക്കലും ദൈവത്തെ മുഷിപ്പിക്കരുത്. We should never weary the Lord with our words. നാം സാത്താന്റെ ജോലി നാം ഏറ്റെടുക്കരുത്. We should not take upon the job description of Satan. സാത്താൻ അപവാദിയാണ്. Satan is the accuser. അത് ആ ജോലി ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. And God has not given that job to us. നാം ടെലിഫോൺ സംസാരിക്കുമ്പോഴും നമ്മൾ ഒരുമിച്ച് കൂടുമ്പോഴും അത് യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്നത് അവന്റെ സ്മരണ പുസ്തകത്തിൽ എഴുതത്തക്കൊണ്ടുള്ള വാക്കുകളായിരിക്കണം. When we talk on the phone or when we talk among themselves, we should know that the Lord is diligently listening and he is recording that in his book. 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. We see the next question in chapter 3 and verse 7. അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റ് നടന്നിരിക്കുന്നു. എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും മടങ്ങി വരും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ മടങ്ങി വരേണ്ടു എന്ന് ചോദിക്കുന്നു. Verse 7 says, Yet from the days of our fathers you have gone away from my ordinances, and you have not kept them. Return to me, and I will return to you, says the Lord of hosts. But you said, In what way shall we return? അത് പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നാം എല്ലാ കാര്യങ്ങളിലും തൃപ്തരായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. Oftentimes we have this circumstance where we are moving ahead in life with all satisfaction. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാത്ത തെറ്റ് നടന്നിരിക്കുന്നു. But here the Lord is reminding them, you are walking not heeding my commandments. അതെ, ദൈവവചനം നമ്മുടെ ജീവിതത്തിലെ ബൗണ്ടറിയാണ്. The word of God should be the boundary in our life. അത് ദൈവത്തിന്റെ സൃഷ്ടികളെല്ലാം ആ ബൗണ്ടറി അത് അനുസരിച്ച് മുമ്പോട്ട് പോകുന്നു. And all the creation of God is heeding that boundary. എന്നാൽ പലപ്പോഴും ജീവനുള്ള ദൈവം ജീവിക്കുന്നുവെന്ന് നാം മനസ്സിലാകേണ്ടതിന്, ജനങ്ങൾ തിരിച്ചറിയേണ്ടതിന് ചില ബൗണ്ടറികളൊക്കെയും അത് മറികടക്കാനായിട്ട് ദൈവം പ്രവൃത്തി അനുവദിക്കുന്നു. But sometimes God in nature allows those boundaries to be crossed just so people would recognize that there is a living God. അത് നമുക്കറിയാം, നോഹയുടെ കാലത്തെ വെള്ളപ്പൊക്കം, സോദോം ഗൊമോറ, അതുപോലെ തന്നെ വലിയൊരു സൈക്ലോൺ, അങ്ങനെ പല സംഭവങ്ങൾ, വെള്ളപ്പൊക്കം, അങ്ങനെ വിവിധ സംഭവങ്ങൾ. ഇപ്പോൾ തന്നെ നമുക്കറിയാം വയനാട്, അങ്ങനെ പല സംഭവങ്ങൾ ദൈവം നമ്മെ ഉണർത്തുവാനായിട്ട്, ജീവനുള്ള ദൈവം ജീവിക്കുന്നു എന്നുള്ള ഓർപ്പിക്കാനായിട്ട് ചേരുന്നതാണ്. We know the example of Noah's flood and the events at Sodom and Gomorrah, the cyclones, the floods, and even the disaster that happened in Wayanad. God is reminding us that there is a God who lives. ഇവിടെ വായിക്കുകയാണ്, എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവീൻ. And he is saying, return to me. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. And I will return to you, says the Lord of hosts. അപ്പോൾ മടങ്ങി വരേണ്ട ഒരു ആവശ്യമില്ലാത്ത ഒരു ചിന്താഗതിയാണ് നമുക്ക്. But we are in an attitude where we don't need to return to the Lord. അത് നമുക്ക് ദൈവത്തിങ്കിലേക്ക് മടങ്ങി ചെല്ലുവാൻ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ദൈവം അനേക സ്റ്റെപ്പ് നമ്മുടെ അടുക്കലേക്ക് വരും. But if we take one step towards returning to the Lord, he will run to us. നാം യാക്കോബിന്റെ ലേഖനത്തിൽ അത് വായിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരും, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും. We read that in the epistle of James, that you return to me or draw near to God and he will draw near to you. നമുക്ക് മുടിയൻ പുത്രന്റെ അനുഭവം നമുക്കറിയാം. തൻ്റെ പിതാവിൻ്റെ സർവ്വസ്വത്വം ആ വേശ്യമാരോട് ചേർന്ന് തിന്നു കുടിച്ച് ഒടുവിൽ ആ പന്നികൾ കൊടുക്കുന്ന ആഹാരം പോലും ആഗ്രഹിച്ച ഒരവസ്ഥ വന്നു. We know the story of the prodigal son, how he wasted all his wealth on
on things of this world and came to a place where he was even desiring to eat what the pigs ate. എന്നാൽ ഒരു നിമിഷത്തിൽ തനിക്ക് സുബോധം വന്നു. But at one point he came back to his അവിടെ senses. എഴുതിയിരിക്കുന്ന അവന് സുബോധം വന്നപ്പോൾ And when it says when he came back to his senses, അവൻ അവൻ്റെ അപ്പനെ കുറിച്ച് ഓർത്തു. he remembered about his അവൻ്റെ dad. ഹൃദയത്തിൽ പറഞ്ഞു, And he said in his heart, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. Father, I have sinned against you and against heaven. എന്നിട്ട് അവൻ മടങ്ങിപ്പോകാൻ ഒരു സ്റ്റെപ്പ് എടുത്തപ്പോൾ അവൻ്റെ പിതാവ് അവൻ പോയ നിമിഷം മുതൽ ആ വാതുക്കൽ ആ ജനലിൽ ആ മകൻ്റെ മടങ്ങുവരവും കാത്ത് കണ്ണുനീരോട് ഇരിക്കുന്ന ഒരു പിതാവിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. And when he took a step to return to his father, we see the father eagerly waiting, looking for his return and looking out for his window. അതെ, ആ മുഷിഞ്ഞ വസ്ത്രത്തോടുകൂടിയുള്ള ആ മകനെ താൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു, അവൻ്റെ കൈക്ക് മോതിരമിട്ടു, അവന് മേത്തരമായ വസ്ത്രം ധരിപ്പിച്ചു. ആ വീട്ടിൽ വലിയ സന്തോഷം. And we see the father running towards him, and even as the son is all filthy, he removes or he gives him great new clothes to wear, puts a ring on his finger, and there was great rejoicing in that house. അത് നമ്മളുടെ ജീവിതത്തിൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുകയും നമ്മളുടെ ജീവിതത്തിലെ കുറവുകളെ നമുക്ക് കാണുകയും ചെയ്യാം. We should examine our lives, to examine our shortcomings and to evaluate our sins. മടങ്ങി വരേണ്ട ആവശ്യം നമുക്ക് തോന്നണം. We need to be convicted to return back to God. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാരെന്നാണ് നാം വായിക്കുന്നത്. We see that those who are poor in the spirit are blessed. നമുക്കറിയാം ലവോദിക്ക സഭകളുടെ ബന്ധത്തിൽ അവരെക്കുറിച്ച് പറയുന്നത് അവരെ ധനവാൻ എന്ന് അവർ സ്വയം അവരെ എല്ലാത്തിലും തൃപ്തരായിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. We see concerning the church in Laodicea that they thought of themselves as rich and wealthy. എന്നാൽ അവരെക്കുറിച്ച് അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്കറിയാം. നീ ദരിദ്രൻ, അതുപോലെ തന്നെ നീ കുരുടൻ എന്ന് പറഞ്ഞ ചില കാര്യങ്ങളോട് വളരെ പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. But at the same time the Lord tells them that they are wretched and they are blind and they are naked. അത് നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ നാം തിരിച്ചറിയണം. We need to recognize those things in our lives. അത് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും മടങ്ങി വരും. Just as it says there, return to me and I will return to you. അതെ, ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. May God help us in that തുടർന്ന് അവിടെ regard. ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ആ പോയിന്റ് മാത്രം പറഞ്ഞിട്ട് ഞാൻ അവിടെ ക്ലോസ് ചെയ്യട്ടെ. And with one more point, let me close. അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഏതിനാൽ എന്നെ തോൽപ്പിക്കുന്നു. And he asks അതിന്റെ 3:8 വാക്യത്തിൽ in chapter 3 and verse 8, in what way have we robbed you? അത് നാം ദൈവത്തെ തോൽപ്പിക്കുന്നവരാണോ? We oftentimes are people who try to defeat God. അവിടെ പറയുന്നുണ്ട് ദശാംശത്തെ, അവിടെ 3:8 അവിടെ വായിക്കുന്നുണ്ട്, എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുകയും ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അവിടെ ദൈവത്തെ ഒന്ന് പരീക്ഷിക്കാൻ പറയുകയാണ്. There God is asking them to test him. അത് ദൈവം തന്നല്ല ഒരു നന്മയും നമുക്കില്ല. Because we have no good thing except God has given it. പഴയ പ്രമാണമാണ് ദശാംശം എന്നുള്ളത്. And it is an old principle, tithing. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നമ്മുടെ സർവ്വ നന്മയിലും ദൈവത്തിന് കൊടുക്കണമെന്നുള്ളതാണ്. But God desires of us that from every all good that we have we should give back to God. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. And God loves a cheerful giver. അതെ, സന്തോഷത്തോടെ നമ്മെ തന്നെ നമുക്ക് ദൈവത്തിന് കൊടുക്കാം. May we give ourselves to the Lord in joy. ദൈവം നമുക്ക് തന്നതും സന്തോഷത്തോടെ നമുക്ക് കൊടുക്കാം. And may we give back what the Lord has given. അത് to നമ്മുടെ us. സമയവും സൗഖ്യവും ആരോഗ്യവും നമുക്കുള്ള എല്ലാ റിസോഴ്സും നമുക്ക് ദൈവത്തിന് കൊടുക്കാം. Our health, our wealth, our everything that we have, may we give back to God. അതെ, എൻ്റെ ആലയത്തിൽ അവിടെ വളരെ വ്യക്തമായിട്ട് ഇത് പറഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. Very clearly it says there. അതുകൊണ്ട് ആ നിലയിൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. So may God help us in that regard. ദൈവത്തെ നമുക്കൊന്ന് പരീക്ഷിക്കാം. May we test God. ഇതിനാൽ നിങ്ങൾ എന്നെ പരീക്ഷിപ്പിന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. He says through this you test me. അങ്ങനെ നിങ്ങൾ പരീക്ഷിക്കുമെങ്കിൽ അവിടെ തുടർന്ന് പല കാര്യങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട്. And he says that there will be things added if you do that. അത് നിങ്ങളുടെ എൻ്റെ 11 വാക്യത്തിൽ പറയുന്നു, സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു, ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും.
Here in verse 11 it says, I will rebuke the devourer, അത് മാത്രമല്ല അവിടെ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ച് കളകയില്ല. and that it will not destroy the fruit of your ground. അത് നാം അറിയാത്ത വിധത്തിൽ കൂടി ദൈവം നമ്മെ അനുഗ്രഹിക്കും. And in ways that we are not knowing or familiar with. അല്ലെങ്കിൽ നാം അനേക നന്മകൾ ഈ ലോകത്തിൽ സ്വരൂപിച്ചു വെച്ചാൽ അത് ഓട്ടസഞ്ചിയിൽ ഇടുന്ന പോലെ ആയിരിക്കും. Because if we just amass wealth in this world, it will be like putting it into a basket with holes. അപ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ച കാര്യങ്ങൾ അത് നമ്മളുടെ ജീവിതത്തിൽ അത് നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്ത് ദൈവത്തെ വാസ്തവമായി സ്നേഹിക്കുവാനും ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാനും നമ്മുടെ വാക്കുകളാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരും ആരാധനയുടെ കാര്യത്തിലൊക്കെയും അത് പാലിച്ചുകൊണ്ട് ഇത് ദൈവത്തിൻ്റെ ശബ്ദമാണ് എന്നുള്ള നിലയിൽ അതിനെ അംഗീകരിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുന്നതാണ്. May we heed the words that the Spirit spoke to us today, to acknowledge the love of God, to worship Him in truth and spirit, in all His ways, to acknowledge Him. 5 മിനിറ്റ് മുമ്പോട്ട് പോകാൻ തോന്നുന്നു, ക്ഷമിക്കണം. പക്ഷേ ഇവിടുത്തെ സമയം 12:45 കാണുന്നു. അത് ശരിയാണ്. ഇങ്ങനെ ഒരു അവസരം തന്ന അസംബ്ലിയോടുള്ള നന്ദി അവസരത്തിൽ അറിയിക്കുന്നു. I convey my thanks for this opportunity to the assembly. Thank you.